ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകി കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. റിമാൻഡിലുള്ള നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് നടത്തിയേക്കും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, നിരവധി ദുരൂഹതകളുള്ള ഈ ഇരട്ട കൊലപാതകമാണ്. അതിൽ കൃത്യമായ സത്യം പുറത്തുവരണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി നിതീഷിനെ ചോദ്യം ചെയ്തേ സാധിക്കൂ. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി എന്നുള്ളതാണ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ സുബിൻ തോമസ് ഉണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ പ്രതികരിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ താമസക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് പല ദുരൂഹതകളും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ജനം ടിവിയോട്. ആ വാക്കുകളിലേക്ക്. വാടകയ്ക്കായിട്ട് വന്നതാ. കട്ടടയുള്ള ഏതോ ഒരു കടക്കാർ പറഞ്ഞു വിട്ടതാ ഇവരെ ഇവിടെ വാടക വീട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. അച്ഛനും മോനും മാത്രമുള്ളതായിരുന്നു നമുക്ക് അന്ന് അറിവ് കിട്ടിയത്. പിന്നെ ഞാൻ ഇവിടെ പല പ്രാവശ്യം ഈ വീട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴൊന്നും ഇവരെ കണ്ടിട്ടില്ല. നമ്മുടെ വാർഡിൽ നിന്ന് ഹരിതകർമ്മസേനക്കാരും ആശാവർക്കർമാരും കൂടെ വരാറുണ്ട് വീടുകൾ സന്ദർശിക്കുമ്പോഴേ. ആ സമയത്തൊന്നും ഇവർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് നമ്മൾ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർ വേറെ പറമ്പുണ്ട് ഇവർക്ക്, അപ്പോൾ ഇവിടെ ഒന്നും താമസിക്കുന്നില്ല, സാധനങ്ങളൊക്കെ വെക്കാൻ വല്ല സമയത്തൊക്കെ ഇവിടെ ഒന്ന് കിടക്കത്തുള്ളൂ, സ്ഥിരമായിട്ട് അവർ താമസിക്കുന്നില്ലെന്നാണ് നമുക്ക് അറിവ് കിട്ടിയത്. പരിചയപ്പെടാൻ നമുക്ക് ശ്രമിച്ചിട്ടൊന്നും ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. ഇല്ല, അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഈ താഴത്തെ വീട്ടിലെല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഒരു പെൺകൊച്ച് തേങ്ങ ഇടുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച തേങ്ങ ഇട്ടെന്ന് പറഞ്ഞപ്പം മറ്റേ ഉടമസ്ഥയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവരല്ലായിരുന്നു. വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്ന വിവരം പുറത്താർക്കും അറിയില്ല. പലതവണ വീട്ടിൽ ചെന്നപ്പോഴും പരിചയപ്പെടാൻ സാധിച്ചില്ല. പലപ്പോഴും വീട് പൂട്ടിയ നിലയിലായിരുന്നു. വീടിനുള്ളിൽ വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും ഉള്ള വിവരം അറിയില്ലായിരുന്നു. അച്ഛനും മകനും മാത്രമാണുള്ളതെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ്. വിഷ്ണുവിനെ മാത്രമേ തങ്ങൾക്ക് അറിയാവൂ എന്നാണ് പഞ്ചായത്ത് മെമ്പർ രമ മനോഹരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവരുടെ വാക്കുകളായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾക്ക് കൃത്യമായ ഒരു അറുതി വരികയുള്ളല്ലോ. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നു, കോടതിയിൽ അപേക്ഷ നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നിതീഷിനെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള പോലീസ് അപേക്ഷ നൽകി. അതിന്മേൽ കോടതി ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന നിതീഷിനെ കോടതിയിൽ ഇനിയിപ്പോൾ എത്തിച്ച് ഹാജരാക്കി അതിൽ ഈ പോലീസിന്റെ ഭാഗം കേട്ടുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നടപടികളുടെ ഭാഗമാണത്. അല്പസമയത്തിനകം തന്നെ ഈ നിതീഷിനെ കട്ടപ്പനയിലെ കോടതിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പീരുമേട് സബ് ജയിലിൽ നിന്നാണ് ഇയാളെ എത്തിക്കുന്നത്. ഇതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. പ്രധാനമായും ഈ നിതീഷിനെ ചോദ്യം ചെയ്തതിലൂടെ ഈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഈ ഒത്തിരിയേറെ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നമ്മളവിടെ നാട്ടുകാരുമായും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രദേശവാസികളുമായി യാതൊരുവിധ അടുപ്പവും ഇവർ പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് പോലും ഈ പിതാവും താനും മാത്രമേ ഉള്ളൂ എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷ്ണു ആ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. ഈ അമ്മയോ സഹോദരിയോ ഉണ്ടെന്നുള്ള കാര്യം ഈ വിഷ്ണു പറഞ്ഞിരുന്നില്ല. ഈ നാട്ടുകാർ ഇവിടെ ചെല്ലുമ്പോൾ, ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഈ ഹരിതകർമ്മസേനാംഗങ്ങളടക്കം പഞ്ചായത്തിലെ പ്രതിനിധിച്ചുള്ള ആളുകൾക്ക് അടക്കം ഇവിടെ എത്തുമ്പോഴും പലപ്പോഴും വീട് പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവരുമായി പരിചയപ്പെടാൻ എന്നതിനെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആളുകളുമായി ഒരടുപ്പവും ഇല്ലാത്ത പുലർത്താത്ത ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ അമ്മയും സഹോദരിയും ഈ വാടകയ്ക്ക് താമസിക്കുമ്പോൾ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു പലപ്പോഴും പറഞ്ഞത് ഇവർ അവിടെ ഇല്ല, അതായത് സഹോദരി മറ്റൊരിടത്ത് ജോലിയാണ്, അമ്മ ഇല്ല എന്നൊക്കെയാണ് ഈ സമീപവാസികളടക്കം ഈ വിഷ്ണു പറഞ്ഞത്. അത്തരത്തിൽ അത് എന്ത് മറയ്ക്കാനെന്നുള്ള, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും അറിയേണ്ടതുണ്ട്. വിഷ്ണു നിലവിൽ ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അവിടെ സുബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.